ഇന്ത്യയിലേക്ക് 2 LPG ടാങ്കറുകൾ കടത്തിവിട്ട് ഇറാൻ. 2 ടാങ്കറുകളും ഹോർമുസ് കടലിടുക്ക് കടന്നതായി റിപ്പോർട്ട്. ഇന്ത്യൻ നാവികസേനയുടെ സുരക്ഷാ അകമ്പടിയിലാണ് യാത്ര. വിവരങ്ങളുമായി MC നാസർ ചേരുന്നുണ്ട്. നാസർ, നേരത്തെ തന്നെ നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം സ്മൂത്താക്കണമെന്നുള്ള ചർച്ചകൾ അന്ന് നടന്നിരുന്നു. ഇന്ന് ഉൾപ്പെടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അബ്ബാസ് അറാഖ്ചിയുമായി നടത്തിയ ചർച്ചയിലും സമാനമായ കാര്യങ്ങളാണ് ഉയർത്തിയത്. അപ്പോൾ ഈ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്? തീർച്ചയായും. കാരണം വിവിധ സൗഹൃദ രാജ്യങ്ങളുടെ അനുമതി ലഭിക്കുകയാണെങ്കിൽ അവരുടെ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് മുഖേന കടന്നുപോകാൻ അനുവദിക്കുമെന്ന് ഇന്നലെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇറാനുമായിട്ട് വിവിധ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ചർച്ചകൾ ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെന്റും ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ അധികൃതരുമായി ചർച്ച നടത്തി. അതേ തുടർന്ന് ആയിരിക്കണം ഈ 2 എണ്ണ ടാങ്കറുകൾ കടത്തിവിടാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ അനുമതി അപേക്ഷകൾ പരിഗണിച്ച് തങ്ങൾക്ക് ഉചിതമായ കപ്പലുകളെ മാത്രമായിരിക്കും കടത്തിവിടുക. നേരെ മറിച്ച് അമേരിക്ക, ഇസ്രായേൽ അവരുമായി ചേർന്നുള്ള സഖ്യകക്ഷികൾ ഇവരുടെ കപ്പലുകൾ ഒരു നിലയ്ക്കും ഹോർമസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവദിക്കുകയില്ല എന്ന വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അനുമതി ലഭിച്ചത് നിലവിലുള്ള ഈ ഊർജ്ജ പ്രതിസന്ധി വലിയ തോതിൽ തന്നെ സങ്കീർണമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ചെറിയ തോതിലെങ്കിലും അതിന് സാന്ത്വനം പകരാൻ ഈ ഒരു നടപടികൾ ഉപകരിക്കും എന്ന പ്രതീക്ഷയാണുള്ളത്. അതേസമയം മേഖലയിൽ വളരെ ശക്തമായിട്ടുള്ള സംഘർഷം തന്നെ ഈ ഹോർമസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് തുടരുകയാണ്. കാരണം ഈ മേഖലയിലൂടെ പോകുന്ന കപ്പലുകൾക്ക് തങ്ങൾ തന്നെ സുരക്ഷ ഒരുക്കുമെന്ന് ഇതിന് വീണ്ടും അമേരിക്ക ആവർത്തിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കൂടുതൽ യുദ്ധക്കപ്പലുകൾ മേഖലയിലേക്ക് വിന്യസിക്കാനും അമേരിക്കയ്ക്ക് പദ്ധതിയുണ്ട്. പക്ഷെ അത്തരമൊരു ഏതൊരു നീക്കം നടക്കുകയാണെങ്കിലും അത് ആപൽക്കരമായിട്ടുള്ള ഒരു പ്രത്യാഘാതങ്ങളിലായിരിക്കും കലാശിക്കുക എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമസ് കടലിടുക്കിലൂടെയുള്ള ഇത്തരം നീക്കങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നുള്ള ഒരു നീക്കവും അനുവദിക്കുകയില്ല എന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ കൂടുതൽ കപ്പലുകൾ അതിലൂടെ കടന്നു പോകണമെങ്കിൽ വലിയ തോതിലുള്ള സൈനിക സന്നാഹം ആവശ്യമാണെന്നും അതിനുള്ള ഒരുക്കങ്ങളിലാണ് തങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നതെന്നുമാണ് പ്രതിരോധ സെക്രട്ടറി ഇന്ന് വൈകിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പക്ഷേ അമേരിക്കയുടെ അത്തരം നീക്കങ്ങൾ കൂടുതൽ സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും രൂപപ്പെടുന്നത്. MC, അതോടൊപ്പം നമ്മൾ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രൂക്ഷമായ ആക്രമണം ഇറാനിൽ തുടരുമ്പോഴും ഇന്ന് മസൂദ് പെസഷ്കിയാൻ പരസ്യമായ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ധൈര്യത്തോടു കൂടി തെരുവിലിറങ്ങുന്നു, റാലി നടത്തുന്നു. അപ്പോൾ ഈ ഒരു റാലിയിലൂടെ അല്ലെങ്കിൽ ഈ പരസ്യമായ തെരുവിലേക്ക് ഇറങ്ങുന്നതിലൂടെ എന്തായിരിക്കും ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം? ഇറാൻ ശക്തമായിട്ടുള്ള പ്രത്യേകിച്ച് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, അതോടൊപ്പം തന്നെ ലാരിജാനി ഉൾപ്പെടെയുള്ള അലി ലാറിജാനി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെയും ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികൾ വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ അവരെ പ്രേരിപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പൊ കൂടുതൽ സംഘർഷങ്ങളിലേക്കും അതോടൊപ്പം തന്നെ കൂടുതൽ വ്യക്തികളെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലേക്കും തങ്ങൾക്ക് നീങ്ങാൻ നിർബന്ധിതമാകുമെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വിവിധ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിലവിലുള്ള ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവിനെ കണ്ടെത്തുന്നവർക്ക് വലിയ തുക പാരിതോഷികം പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കവും അമേരിക്ക നടത്തുന്നതായിട്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ സംഘർഷം, കാരണം അമേരിക്ക ലക്ഷ്യമിട്ടതുപോലെ തന്നെ ഉള്ള കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികൾ, അത് സൈനികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീക്കങ്ങൾ തുടരുമെന്ന ഒരു മുന്നറിയിപ്പാണ് US പ്രതിരോധ സെക്രട്ടറി ഇന്ന് നൽകിയിരിക്കുന്നത്.